ഇറാൻ വയർ എന്ന വാർത്താ പോർട്ടലിൽ കഴിഞ്ഞ ജൂലൈ 11 ഒരു വാർത്ത വന്നു. മുസ്തഫ കാബ കെബിയാൻ എന്ന ഇറാന്റെ മുൻ എംപിക്കെതിരെ ടെഹ്റാന്റെ പ്രോസിക്യൂട്ടർ ക്രിമിനൽ കേസെടുത്തു എന്നതായിരുന്നു വാർത്ത. ഇറാന്റെ ഭരണ നേതൃത്വത്തിലുള്ള 120 പേരുമായി ഒരു ഫ്രഞ്ച് വനിത കിടപ്പറ പങ്കിട്ടുവെന്ന് MP ഒരു ടെലിവിഷൻ ഷോയിൽ ആരോപിച്ചതിനെ തുടർന്നായിരുന്നു കേസെടുത്തത്. MP സൂചിപ്പിച്ച സംഭവം ഒരു എസ്പിയോണാഷ് കേസാണ്, ചാരവൃത്തി കഥ. എന്നോ എവിടെയോ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നതായി പറയപ്പെടുന്ന കൽപ്പിത കഥകൾ മാത്രമായാണ് നമ്മൾ ഇത്തരം ചാരവൃത്തി കഥകളെ കേട്ടിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അങ്ങനെയൊരു അത്ഭുത കഥ പറയാം. കേവലം ആഴ്ചകൾക്ക് മുൻപ് നാമെല്ലാം നെഞ്ചിടിപ്പോടെയും വേദനയോടെയും കണ്ട ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലെ ഒരു പിന്നാമ്പുറ കഥ. തുടക്കം ഒരു കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളിൽ നിന്നാണ്. കറുത്ത നിറമുള്ള നിസാൻ ടിയാന സെഡാൻ കാർ. അത് ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിൽ 3 എണ്ണമുണ്ട്. ഊഷരമായ ഭൂമി. വഴിയിൽ അധികം വാഹനങ്ങളില്ല. വഴിയരികിൽ ചില കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഉയരം കുറഞ്ഞ തണൽ മരങ്ങളും പിന്നിലേക്ക് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ അബ്സാദ് എന്ന നഗരത്തിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ. വണ്ടിയിൽ ആരാണ് യാത്ര ചെയ്യുന്നതെന്ന് തൽക്കാലം പറയുന്നില്ല. കാരണം അതീവ സുരക്ഷിതമായി രാജ്യം സംരക്ഷിക്കുന്ന ആളാണത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊഴികെ മറ്റാർക്കും അയാളുടെ പേരോ അയാൾ യാത്ര ചെയ്യുന്ന വാഹനം ഏതെന്നോ അത് എപ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിച്ചേരുമെന്നോ അറിയാൻ യാതൊരു പഴുതുമില്ല. അങ്ങനെയൊരു വാഹനം ഹൈവേയിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ചകലെ, ഏതാണ്ട് 500 മീറ്റർ അകലെ, ഒരു നീല ട്രക്ക് വഴിയരികിൽ ഫുട്പാത്തിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടാൽ ബ്രേക്ക് ഡൗൺ ആയതായി തോന്നൂ. ശ്രദ്ധിക്കണം, ബ്രേക്ക് ഡൗൺ ആയതായി തോന്നൽ മാത്രം. ഇനി അപ്പുറത്ത് നിന്നുള്ള കാഴ്ച. ട്രക്കിൽ നിന്ന് അതൊരു കാർഗോ ട്രക്കാണ്. ഉള്ളിൽ ചില ആക്രി സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിരിക്കുകയാണെന്നേ കണ്ടാൽ തോന്നും. ശ്രദ്ധിക്കണം, കാഴ്ചയ്ക്ക് അങ്ങനെയൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ, കഥ വേറെയാണ്. ആ ട്രക്കിലെ പഴകി തുരുമ്പെടുത്ത സാധനങ്ങൾക്കിടയിൽ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻസ്ട്രുമെന്റ് കാണാം. അതൊരു ബെൽജിയൻ മെയ്ഡ് 7.62 mm മെഷീൻ ഗണ്ണാണ്. വണ്ടിയുടെ ഷാസിയിൽ ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ജൈറോസ്കോപ്പിക് ഗിംബലിൽ ആ മെഷീൻ ഗൺ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു സൂം കേപ്പബിൾ ഒപ്റ്റിക്കൽ സ്കോപ്പും റിമോട്ട് ആക്ച്വേഷൻ മെക്കാനിസവും മെഷീൻ ഗണ്ണിനൊപ്പമുണ്ട്. ഏതാണ്ട് 500 മീറ്റർ ദൂരപരിധിക്കകത്തു വരുന്ന കാറുകളുടെ എല്ലാം ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലിരിക്കുന്ന ആളുകളെ ആ ഒപ്റ്റിക്കൽ സ്കോപ്പിൻ്റെ തീരെ ചെറിയ മോണിറ്ററിൽ വ്യക്തമായി കാണാം. ഓരോ കാറുകളിൽ വരുന്ന ആളുകളെയും ക്യാമറയുടെ അൽഗോരിതം പരിശോധിച്ച് വിടുകയാണ്. അതെ, ആ മെഷീൻ ഗൺ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു. നമ്മൾ കണ്ട നിസാൻ ടിയാന സെഡാൻ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൽ ഡ്രൈവർക്ക് സമീപം ഇരിക്കുന്നത് ഒരു മധ്യവയസ്കനാണ്. പിന്നിൽ അയാളുടെ ഭാര്യയുണ്ട്. ദീർഘയാത്രയുടെ ആലസ്യത്തിൽ ഇരുവരും ചെറിയൊരു മയക്കത്തിൻ്റെ മൂഡിലാണെന്ന് തോന്നുന്നു. മയക്കമാണ്. പെട്ടെന്ന് തുടരെ 13 ബുള്ളറ്റുകൾ കാറിൻ്റെ വിൻഷീൽഡിൽ പതിക്കുന്നു. ഫ്രണ്ട് സീറ്റിലിരുന്ന മധ്യവയസ്കന്റെ കൃത്യം നെഞ്ചിൽ തന്നെ ഗ്ലാസ് തുളച്ചെത്തിയ വെടിയുണ്ടകൾ തറച്ചു കയറുന്നു. അയാൾ നിലവിളിക്കുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്കും പരിചയസമ്പന്നനായ ഡ്രൈവർ കാർ സൈഡ് ചേർത്ത് നിർത്തിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ നിർത്തണോ അതോ പാഞ്ഞു പോകണോ എന്നൊക്കെയായിരുന്നു ഡ്രൈവർ ചിന്തിച്ചത്. അയാൾ എവിടെ നിന്നാണ് വെടിയുണ്ട വന്നതെന്ന് ജാഗ്രതയോടെ നോക്കി. പെട്ടെന്നതാ നമ്മൾ മുമ്പ് കണ്ട റോഡരികിൽ കിടന്ന നീല നിറമുള്ള പിക്കപ്പ് ട്രക്ക് പൊട്ടിത്തെറിക്കുന്നു. കാറിനുള്ളിൽ മധ്യവയസ്കന്റെ ഭാര്യ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ ചോര വാർന്ന് മൃതപ്രായനായി സീറ്റിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് ഏങ്ങി ശ്വാസമെടുത്തു. ദൃശ്യവിവരണം നമുക്കിവിടെ നിർത്താം. ഇനി വാർത്തയിലേക്ക് വരാം. കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമോന്നത ആണവശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫാക്രിസാദെ. തീയതി 2020 നവംബർ 27. ഒരു റോക്കറ്റോ സൂയിസൈഡ് ബോംബറോ ലാൻഡ് മൈനോ അല്ല. ചില കോഡുകൾ, ഒരു സാറ്റലൈറ്റ്, പിന്നെ ട്രൈപോഡിൽ സെറ്റ് ചെയ്ത ഒരു മെഷീൻ ഗൺ. അൽഗോരിതങ്ങളാൽ എഴുതപ്പെട്ട, കരുതിക്കൂട്ടി നിർവഹിക്കപ്പെട്ട ഒരു കൊലപാതകം. ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ലോകത്തിൽ ആദ്യത്തെ AI അസിസ്റ്റഡ് സാറ്റലൈറ്റ് കൺട്രോൾഡ് കൊലപാതകം. ഇതെങ്ങനെ സാധിക്കുമെന്നായിരുന്നു ആദ്യത്തെ ചർച്ചകൾ. പുതിയ ടെക്നോളജിയുടെ കാലത്ത്
ഒരു ഭരണകൂടത്തിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസിന് ഇതൊക്കെ ഈസിയാണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഈ ഇൻഫർമേഷൻസ് മറ്റൊരു രാജ്യം ഇത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു? അത് അറിഞ്ഞാലല്ലേ ഇത്തരത്തിൽ പഴുതടച്ച ഒരു ആക്രമണം പ്ലാൻ ചെയ്യാൻ സാധിക്കൂ. സൈനിക രഹസ്യങ്ങളെന്ന് പറഞ്ഞാൽ പരമരഹസ്യങ്ങൾ തന്നെയായിരിക്കും അത്. ഒരു രാജ്യത്തിൻ്റെ ആണവ പരീക്ഷണങ്ങളുടെയും ആയുധ നിർമ്മാണത്തിൻ്റെയും തന്ത്രപ്രധാന ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഏതെന്ന് ഒരിക്കലും പുറം ലോകം അറിയില്ല. ചുമ്മാതെ ഒന്ന് ആലോചിച്ചേ, ഇന്ത്യയിൽ അത് ആരാണ്? ഒരു ഡോക്ടർ കമലേഷ് വ്യാസിൻ്റെ പേര് മാത്രം നമുക്കറിയാം. അത് അദ്ദേഹം അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നത് കൊണ്ടും ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ തലപ്പത്തിരുന്നത് കൊണ്ടും മാത്രം. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചുമതല വഹിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതീവ രഹസ്യമായാണ് ഇത്തരം കീ പൊസിഷനുകൾ രാജ്യം കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങനെ വേണം താനും. പ്രൊജക്റ്റ് അമാദ് എന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് ലോകമിട്ടിരിക്കുന്ന പേര്. ശ്രദ്ധിക്കണം, ലോകമിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു പദ്ധതിയുള്ളതായി ഇറാൻ ഇതുവരെയും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ആ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള വിളിപ്പേരുകളും കോഡ് നമ്പറുകളുമുണ്ട്. അവർ എപ്പോൾ ഏത് റൂട്ടിൽ സഞ്ചരിക്കുന്നു എന്ന് ഒരാളും അറിയില്ല. എപ്പോഴും 3-4 കാറുകളുടെ കോൺവോയ് ആയാണ് അവർ സഞ്ചരിക്കുക. ഇതിലേതു കാറിലാണ് പ്രധാനപ്പെട്ട ആൾ ഉള്ളത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാറുമില്ല. ചിലപ്പോൾ നടുക്ക്, ചിലപ്പോൾ പിന്നിൽ, ചിലപ്പോൾ മുന്നിൽ. ഇവിടെ മോഹ്സിൻ ഫക്രിസാദെ മുന്നിൽ കയറിയ ദിവസമാണ് ആക്രമണം നടന്നിരിക്കുന്നത്. 3 കാറുകൾ കോൺവോയായി വരുമ്പോൾ നടുക്കത്തെ കാറിലോ പിന്നിലെ കാറിലോ ആണ് ഉന്നം വെച്ചയാൾ ഇരിക്കുന്നതെങ്കിൽ കൃത്യതയോടെ വെടിവെക്കാനാവില്ല. പിന്നെ ഒരു പ്രധാന കാര്യവുമുണ്ട്. ഫ്രണ്ടിൽ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ഒരാളെയെ മുൻപ് നമ്മൾ വിവരിച്ച പ്രകാരം വെടിവെക്കാനാവൂ. ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നടക്കുകയേയില്ല. അപ്പോൾ മോഹ്സിൻ ഫക്രിസാദയ്ക്ക് അങ്ങനെയൊരു ശീലമുണ്ട് എന്നത്, അയാൾ കാറിൻ്റെ മുൻസീറ്റിലാണ് പതിവായി കയറുന്നു എന്നത് ഒരു സുപ്രധാന വിവരമാണ്. എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും ഇപ്പറഞ്ഞ വിവരങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ഇതുപോലെ ഒരു കൃത്യതയാർന്ന ആക്രമണം പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കൂ. ഇറാൻ പോലെ ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന പ്രതിരോധ നിരകളെ ഭേദിച്ച് ഈ വിവരങ്ങളെല്ലാം എങ്ങനെ പുറത്തുപോയി? ആ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് ഞെട്ടിക്കുന്നൊരു കഥയാണ്. സമീപകാലത്തു നടന്ന ഏറ്റവും വലിയ ചാരവൃത്തിയുടെ കഥ. പ്രമാദമായ ചാരവൃത്തി കേസുകളിലെ എല്ലാ ചേരുവകളും, അധികാരം, പണം, കൊലപാതകം, സെക്സ് എല്ലാം ഉൾപ്പെടുന്ന ത്രില്ലർ സ്റ്റോറി. ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയ ഒരു ചാരവനിതയുടെ കഥ. കാതറീൻ പെരസ് സഗ്ദം എന്നാണ് സുന്ദരിയുടെ പേര്. അവളുടെ കഥയാണ് ഈ ലക്കത്തിൽ ചുരുളിന് വരുന്നത്. നമസ്കാരം. ഹൈ ഒക്ടെയ്ൻ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇറാൻ ഭരണകൂടത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കാതറീൻ പെരസ് സഗ്ദം എന്ന ചാരവനിതയുടെ നുഴഞ്ഞുകയറ്റം വർഷങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഫലമായിരുന്നു. അതൊരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ഒരു രാഷ്ട്രം ചാരവൃത്തിക്കായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതു വേഷത്തിലാണോ അവർ പ്രവർത്തിക്കേണ്ടത് അതിൽ മാസ്റ്റർ ആയിരിക്കണം എന്നതാണ് അതിൽ ഒന്നാമത്തെ പാരാമീറ്റർ. ഒരു ജേർണലിസ്റ്റിൻ്റെ വേഷമിട്ട ഒരാളെ ആയിരുന്നു ഇറാൻ മിഷനു വേണ്ടി മൊസാദിന് വേണ്ടിയിരുന്നത്. ഒരു സ്പൈ ഏജൻറ്റിനെ ജേർണലിസ്റ്റിൻ്റെ വേഷം കെട്ടിച്ച് ശത്രുരാജ്യത്തേക്ക് വിടുക എന്നല്ലേ നമ്മൾ സാധാരണ ചിന്തിക്കുക. മൊസാദിൻ്റെ രീതി അങ്ങനെയല്ല. ഒരു യഥാർത്ഥ ജേർണലിസ്റ്റിനെ തന്നെ കളത്തിലിറക്കുക. ചാരപ്രവർത്തനമെന്ന രഹസ്യ ദൗത്യം അവരുടെ ഉള്ളിൽ ഒളിപ്പിക്കുക. അതാണ് രീതി. നമുക്കൊരു ലവ് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. 90കളുടെ അവസാനം പാരീസിൽ നിന്ന് ലണ്ടനിലെത്തുന്ന ഒരു ഫ്രഞ്ച് സുന്ദരി. തിളങ്ങുന്ന കണ്ണുകളും ഒറ്റക്കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കാൻ പോകുന്ന അന്തസ്സുറ്റ പെരുമാറ്റവും. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പഠിക്കുന്ന യുവസുന്ദരി. പേര് കാതറീൻ പെരസ് സഗ്ദം. ക്യാമ്പസ് പബ്ലിക്കേഷനുകളിലും ലോക്കൽ മാഗസീനുകളിലും രാഷ്ട്രീയ ലേഖനങ്ങളും കവിതകളും അവളുടെ പേരിൽ സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്നു. ക്യാമ്പസ് ഡിബേറ്റുകളിൽ അവൾ തിളങ്ങുന്ന താരം. സൗന്ദര്യവും ബുദ്ധിയും പെരുമാറ്റമര്യാദയും തുല്യാസൂക്ഷം ചേർത്ത ഒത്തൊരു പെണ്ണ്. അവളോടൊത്ത് ഒരു കോഫി ഷോപ്പിൽ പോകാൻ, അവളോടൊത്ത് ഒരു സായാഹ്ന സവാരിക്കിറങ്ങാൻ കോളേജിലെ ആൺകുട്ടികളെല്ലാവരും ഉള്ളാലെ കുതിച്ചു. മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും, പക്ഷേ കൊടുക്കുകയില്ലവൾ എന്ന് വൈലോപ്പള്ളി പറഞ്ഞതുപോലെ അവൾ ആർക്കും പിടികൊടുത്തില്ല. നിരസിക്കപ്പെട്ട പ്രേമാഭ്യർത്ഥനകളുടെ വർണ്ണകമ്പളത്തിന്മേൽ അവൾ തെല്ല് അഹങ്കാരത്തോടെ ഞെളിഞ്ഞു നടന്നു. ആ നടപ്പിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കോളേജുമായി ബന്ധപ്പെട്ട അക്കാഡമിക് സർക്കിളിൽ നിന്ന് സാബ ഹംസ എന്ന യമനി സുന്ദരൻ
അവളുടെ ഹൃദയം കീഴടക്കി. ശ്രദ്ധിക്കണം, യമനിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവാവെന്നേ ഇയാളെപ്പറ്റി ഇന്ന് ലോകത്തിന് അറിവുള്ളൂ. സാബ ഹംസ എന്ന പേര് സാങ്കല്പികമാണ്. സാബ ഹംസയുമായി പ്രണയത്തിലായതോടെ കാതറീൻ പെരസ് സഗ്ദം എഴുത്തുകാരി എന്ന നിലയിൽ കൂടുതൽ പ്രശസ്തയായി. ലണ്ടനിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുമായും ജേർണലിസ്റ്റുകളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു സാബ ഹംസ. അയാൾ കാമുകിയെ എല്ലായിടങ്ങളിലും പരിചയപ്പെടുത്തി. പുതിയ ബന്ധങ്ങളെല്ലാം അവൾ അവസരോചിതമായി ഉപയോഗിച്ചു. എഴുത്തുകാരിയായി പേരെടുത്തു. 6 മാസത്തെ പ്രണയം, അതിനകം അവർ വിവാഹിതരായി. ഫിനാൻസിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരു മാസ്റ്റേഴ്സ് കൂടി. ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ലോകസഞ്ചാരം. ഇതിനിടയിൽ 2 മക്കളുമുണ്ടായി, ഒരാണും ഒരു പെണ്ണും. അതോടെ ലണ്ടൻ വാസം അവസാനിപ്പിച്ച് യമനിൽ സ്ഥിരതാമസമാകുന്നു. 2 ബുദ്ധിജീവികൾ ഒരു മേൽക്കൂരയ്ക്ക് താഴെ പൊറുതി അത്ര എളുപ്പമല്ലല്ലോ. സ്വാഭാവികമായും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി. വിവാഹം വേർപെടുത്തി അവൾ യമനിൽ തന്നെ തുടരുന്നു. അപ്പോഴേക്കും അവൾ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ ആഴത്തിൽ ബോധ്യമുള്ള ജേർണലിസ്റ്റ് എന്ന നിലയിൽ രാജ്യാന്തര മാധ്യമങ്ങളിൽ പേരെടുത്തിരുന്നു. ആ പേര് പുറമേക്ക്. യമൻകാരൻ മുസ്ലിം യുവാവുമായി പ്രണയത്തിലാവുന്നിടം തൊട്ട് അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ചാരസംഘടന ഇസ്രയേലിൻ്റെ മൊസാദ് ആയിരുന്നുവെന്ന് അപ്പോഴൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. 2009 മുതൽ 2011 വരെയുള്ള 3 വർഷങ്ങളിൽ അറബ് ലോകം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പലതരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്ക് വേദിയായി. ടുണീഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട മുല്ലപ്പൂ വിപ്ലവവും പിന്നീട് അത് അറബ് ലോകമാകെ വ്യാപിച്ച് അറബ് വസന്തമായി പൂത്തുലയുന്നതും ലോകം കണ്ടു. ഇറാൻ പക്ഷേ ഈ അറബ് വസന്തത്തിൻ്റെ ഭാഗമായില്ല. അവിടെവിടെയായി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളെ ഉറവിടത്തിൽ വെച്ച് തന്നെ ഭരണകൂടം അമർച്ച ചെയ്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇറാൻ്റെ ജനവിരുദ്ധ നയങ്ങളെപ്പറ്റി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രതിധ്വനിക്കുന്ന ചില ലേഖനങ്ങൾ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവികമായും അത്തരം ലേഖനങ്ങൾ ഇറാനിൽ ഉടനീളം പ്രചരിച്ചു. ആ ലേഖനങ്ങൾ വായിച്ചവർ എഴുതിയ ആളുടെ പേര് ശ്രദ്ധിക്കുന്നു: കാതറീൻ പെരസ് സഗ്ദം. യമനിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ് എന്നേ അവരെപ്പറ്റി ആളുകൾ അറിയുന്നുള്ളൂ. 2010 മുതൽ അവർ തുടർച്ചയായി യമനിലെ മാധ്യമങ്ങളിലും മറ്റ് പ്രധാന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും എഴുതിക്കൊണ്ടിരിക്കുന്നു. അറബ് രാജ്യങ്ങളിലെ പാശ്ചാത്യ ഇടപെടലുകളെപ്പറ്റിയും ടെഹ്റാൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ളതുമായ വാർത്തകളാണ് കൂടുതലും. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരക്കഥയുടെ 1ാം ഘട്ടം, അതായത് കളമൊരുക്കൽ, അത് ഈ ലേഖനങ്ങളെല്ലാം ചേർന്ന് ഭംഗിയായി നിർവഹിച്ചു. ഇനി വേണ്ടത് കളത്തിൽ ഇറങ്ങലാണ്. ആരും സംശയിക്കരുതല്ലോ ഏതായിരിക്കണം ആ വഴി. ആ വഴിയായിരുന്നു നാദർ താലിബ്സദെ എന്ന ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ. മൊഹ്സിൻ മക്മൽബഫ്, മജീദ് മജീദി, ജാഫർ പനാഹി, അസ്ദാർ ഫറാദി എന്നിവരൊക്കെ ലോകപ്രശസ്തരായ ഇറാനിയൻ ചലച്ചിത്ര സംവിധായകരാണ്. നിങ്ങൾ പലർക്കും ഈ പേരുകളൊക്കെ പരിചിതങ്ങളായിരിക്കും. കൂട്ടത്തിൽ പറയട്ടെ, അവസാനം പറഞ്ഞ പേര് അസ്ദാർ ഫറാദി. അദ്ദേഹമാണ് ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന കണ്ടംപററി മാസ്റ്റേഴ്സിൽ പ്രധാനി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കമൻറ്റിൽ കൊടുക്കുക, താല്പര്യമുള്ളവർക്ക് കാണാമല്ലോ. ഇതിനിടയിൽ അധികം ആരും കേട്ടിട്ടില്ല നാദർ താലിബ്സദെ എന്ന ചലച്ചിത്ര സംവിധായകനെ പറ്റി. കേൾക്കാതിരിക്കാൻ കാരണമുണ്ട്. അദ്ദേഹം രാജ്യാന്തര തലത്തിൽ മറ്റൊരു പേരിലാണ് പ്രശസ്തൻ. ഇറാനിയൻ ഗീബൽസ് എന്നതാണ് ആ വിളിപ്പേര്. ആരാണ് ഈ ഗീബൽസ് എന്നും എന്താണ് ഗീബൽസിയൻ തന്ത്രം എന്നും അറിയാമല്ലോ. ഹിറ്റ്ലറോടൊപ്പം നാസി ജർമ്മനിയുടെ പ്രൊപ്പഗൻഡ മിനിസ്റ്ററായിരുന്നു ജോസഫ് ഗീബൽസ്. അദ്ദേഹത്തിൻ്റെ ഈ വാചകം പ്രശസ്തമാണ്: എ ലൈ ടോൾഡ് വൺസ് റിമെയിൻസ് എ ലൈ, ബട്ട് എ ലൈ ടോൾഡ് 1000 times ബിക്കംസ് ദി ട്രൂത്ത്. ഒരു നുണ ഒരിക്കൽ ഉരുവിടുമ്പോൾ അത് നുണ തന്നെയായിരിക്കും. പക്ഷേ ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് നേരായി പരിണമിക്കും. നാദർ താലിബ്സദെ ഇത്തരത്തിൽ ഭരണകൂടത്തിനു വേണ്ടി പ്രൊപ്പഗൻഡ സിനിമകൾ എടുത്ത് രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ജനവിരുദ്ധ തീരുമാനങ്ങളെയും വെള്ളപൂശുന്ന സംവിധായകനും രാജ്യത്തെ പ്രമുഖ ജേർണലിസ്റ്റുമായിരുന്നു. മതാധ്യക്ഷന്മാരുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും പട്ടാള മേലാളന്മാരുടെയും ഏറ്റവും അടുത്തയാൾ. അങ്ങനെയുള്ള നാദർ താലിബ്സദേക്ക് അടുത്ത കാലത്തായി ഒരു വനിതാ ജേർണലിസ്റ്റ് സ്ഥിരമായി ഇമെയിലുകൾ അയക്കുന്നു. RT, അതായത് റഷ്യ ടുഡേ എന്ന റഷ്യയുടെ ഔദ്യോഗിക ന്യൂസ് ചാനലിനു വേണ്ടി ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് ഇറാനിൽ എത്തുന്നുവെന്നും ഭരണ നേതൃത്വത്തിലെ ചിലരുടെ അഭിമുഖങ്ങൾ തരപ്പെടുത്തി കൊടുക്കണമെന്നുമാണ് അവളുടെ ആവശ്യം. ഇറാനിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു അത്. നാദർ താലിബ്സദേക്ക് അവളെ അറിയാം.
2015 ടെഹ്റാനിൽ നടന്ന പലസ്തീനിയൻ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അവളെ പരിചയപ്പെട്ടതിൻ്റെ മധുരം നാദിർ ഓർത്തെടുത്തു. അംഗവും കാണാം, താളിയും ഒടിക്കാം. അവൾ വന്നാൽ രണ്ടാണ് ഗുണം. മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ അസാധാരണമാവണ്ണം ധാരണയുള്ള അവളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ബ്ലോഗുകളും പ്രശസ്തങ്ങളാണ്. ഒരു യൂറോപ്യൻ യുവതിയുടെ, ഒരു ജേർണലിസ്റ്റിൻ്റെ ഇസ്ലാമിക് ഭരണകൂടത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുമ്പോഴുള്ള ഇമ്പാക്റ്റ് നാദിറിനെ ആരും പറഞ്ഞും മനസ്സിലാക്കേണ്ടതില്ലായിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളും വാദമുഖങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് ഇവളെ ഉപകരണമാക്കാമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാരണം. കണ്ണിണ കൊണ്ട് കടുകു പറക്കുന്ന പെണ്ണിനെ കണ്ടാൽ അടങ്ങുമോ പുരുഷൻ എന്ന നമ്പ്യാരുടെ വരികളിലുണ്ട് രണ്ടാമത്തെ കാരണം. നാദിർ തലീബ്സദയുടെ കോളുകൾ ചെല്ലേണ്ട ഇടങ്ങളിൽ ചെന്നു. ദിവസങ്ങൾക്കകം കാതറീൻ പെരസ് സഗ്ദം എന്ന ജേർണലിസ്റ്റിന്റെ മെയിൽ ബോക്സിലേക്ക് ഇറാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ക്ഷണപത്രം എത്തുന്നു. രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വോട്ടെടുപ്പിൽ സ്ത്രീകളുടെ പങ്ക് നേരിട്ടു കാണുന്നതിനും അതിനെപ്പറ്റി ലേഖനങ്ങൾ തയ്യാറാക്കുന്നതിനുമായിരുന്നു ക്ഷണം. ആ മെയിലിൽ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറാന്റെ പ്രൊപ്പഗൻഡ ഫിലിം മേക്കർ അറിഞ്ഞില്ല വിളിച്ചു വരുത്തുന്നത് വിനാശകാരിയായ ഒരു കൊടുങ്കാറ്റിനെയാണെന്ന്. സാധാരണ ചാരന്മാർ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിക്കുക ഏതെങ്കിലും ഒളിമാർഗങ്ങളിൽ കൂടെയായിരിക്കും, ഒരു പിന്നാമ്പുറവാതിൽ. ഇവിടെ ചുവപ്പ് പരവതാനി നിർത്തി ഇറാൻ ഭരണകൂടം ഇസ്രയേൽ ചാരനെ സ്വീകരിക്കുന്നു. പിന്നീട് ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയുടെ അടക്കം അഭിമുഖങ്ങൾ കാതറീനു വേണ്ടി നാദിർ താലിബ്സദെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു. ആരായിരുന്നു ഈ ഇബ്രാഹിം റൈസി? ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയുടെ ഏറ്റവും അടുത്ത അനുയായി. ഇറാനിലെ ഏറ്റവും സമ്പന്നവും പ്രബലവുമായ മതപഠന കേന്ദ്രം അസ്ദാൻ ഖുദ്സ് റാസാവിയുടെ കസ്റ്റോഡിയൻ, അതിസമ്പന്നൻ. ഒരഭിമുഖം കഴിഞ്ഞതോടെ ഇബ്രാഹിം റൈസിയുടെ പ്രചാരണ യാത്രകളിൽ, പ്രചാരണ വാഹനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനും പോന്ന വിശ്വാസം കാതറീൻ നേടിയെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളായ ടെഹ്റാൻ ടൈംസ്, മാഷ്രെ, മെഹർ ന്യൂസ് എന്നിവിടങ്ങളിൽ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിന്റെ കൃത്യമായ വിശകലനങ്ങൾ കാതറീൻ പെരസ് സഗ്ദം എന്ന ബൈലൈനിൽ അച്ചടിച്ചു വരുന്നു. വോട്ടിങ്ങിന്റെ തലേന്ന് ഇബ്രാഹിം റൈസിയുമായി ലൈവ് ഇന്റർവ്യൂ റഷ്യ ടുഡേ ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഫോറിൻ ജേർണലിസ്റ്റ്. അവൾ ഇറാനിലെ മാധ്യമങ്ങളിലും ഭരണ നേതൃത്വത്തിലും ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് മുൻപ് ലോകം കണ്ടിട്ടില്ല. ഇറാൻ ഭരണകൂടം അത്തരമൊരു അനുവാദം ആർക്കും കൊടുക്കാറുമില്ലായിരുന്നു. പലരും അത് സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ ഇറാനിൽ അവരുടെ പഴുതടച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ ആർക്കും കാതറീൻ പെരസ് സഗ്ദം എന്ന ജേർണലിസ്റ്റ് സുന്ദരിയെപ്പറ്റി യാതൊരു സംശയവും തോന്നിയില്ല. കാരണം സംശയം തോന്നേണ്ട ആളുകളുടെ എല്ലാം കിടപ്പറകളിൽ അവളുടെ നറുപുഞ്ചിരിയുടെ നിലാവട്ടം പേർത്തും ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പറഞ്ഞത് ഒരു വിദേശ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ കാതറീൻ പെരസ് സഗ്ദം എന്ന ചാരസുന്ദരി ഇറാനിൽ പ്രവേശിച്ചതും പ്രധാന വ്യക്തിത്വങ്ങളുമായി സൗഹൃദം ഉറപ്പിച്ചതിൻ്റെയും കഥ. സമാന്തരമായി മറ്റൊന്നും കൂടി ഇതിനിടയിൽ നടന്നു. അവരുടെ എല്ലാം ഭാര്യമാരുമായും പെൺമക്കളുമായും കാതറീൻ അടുപ്പമുണ്ടാക്കി. അടുപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം വീടുകളിൽ സ്ഥിര സന്ദർശനം, അവരോടൊരുമിച്ച് പാർലറിൽ പോക്ക്, പിക്നിക്കുകൾ, ഭരണകൂടത്തിന്റെ നിർണായക സ്ഥാനങ്ങളിലുള്ളവരുടെ എല്ലാം സ്വഭാവ സവിശേഷതകൾ, പോക്കുവരവുകൾ, ആസ്തികൾ, ലൈംഗിക കാര്യങ്ങൾ, അങ്ങനെ എല്ലാ വീക്ക്നെസ്സുകളും അവൾ കൊച്ചുവർത്താനം പറഞ്ഞ് മനസ്സിലാക്കി. രാജ്യത്തെ പ്രമുഖയായ മാധ്യമപ്രവർത്തക തങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ആ പെണ്ണുങ്ങൾ അന്തസ്സായി കണക്കാക്കി. എവിടെ ചെന്നാലും അവൾ ഫോട്ടോകൾ എടുത്തു, സെൽഫിയും അല്ലാതെയും. എപ്പോഴും തുറന്നു വച്ചൊരു ക്യാമറയും മൈക്രോഫോണും അവളുടെ ബാഗിലോ ശരീരത്തിലോ ഉണ്ടായിരുന്നു. അവൾ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടേയിരുന്നു. ആ വിവരങ്ങൾ മൊസാദിന്റെ ഡാറ്റാബേസിൽ കുമിഞ്ഞുകൂടിയതിന് കയ്യും കണക്കുമില്ലായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2017 മുതൽ 2020 വരെയുള്ള കാലങ്ങളിൽ നടക്കുന്ന കഥയാണ്. കഥയല്ല, കാര്യങ്ങളാണ്. അക്കാലം ഇറാനിൽ നിന്ന് മാത്രമല്ല അറബ് ദേശങ്ങളിൽ നിന്നുള്ള വാർത്തകളിൽ എല്ലാം ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പേരുണ്ടായിരുന്നു. രാജ്യാതിർത്തികളില്ലാത്ത ജനറൽ. നിഴൽ യുദ്ധങ്ങളിലും നേർക്കുനേർ യുദ്ധങ്ങളിലും ഒരേപോലെ ശക്തൻ. ഇറാന്റെ ദേശീയ സേനയായ IRGCയുടെ വിദേശ പ്രവർത്തനങ്ങൾക്കായുള്ള ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ. ഇറാന്റെ രക്ഷക പരിവേഷമുള്ള ഈ സൂപ്പർ സ്റ്റാർ വ്യക്തിത്വം അടുത്ത പ്രധാനമന്ത്രി വരെ ആയേക്കാമെന്നായിരുന്നു അധികാരവൃത്തങ്ങളിലെ അടക്കം പറച്ചിൽ. അത് മറ്റാരുമല്ല, ഒരേയൊരു കാസിം സുലൈമാനി. ആ കാസിം സുലൈമാനി ഇല്ലാതായാൽ ഇറാന്റെ സൈനിക ശക്തിയെ തെല്ലും ഭയക്കേണ്ടെന്ന് ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും കരുതിയിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം മനസ്സിലാകുമല്ലോ. സൈന്യത്തിലും ഭരണ നേതൃത്വത്തിലും മതനേതാക്കൾക്കിടയിലും ഒരേപോലെ സ്വാധീന ശക്തിയായിരുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ ശത്രുരാജ്യത്തു നിന്നെത്തിയ ചാരവനിത കബളിപ്പിച്ചു വശത്താക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ.
കർബലയിലെ ഒരു മതപരമായ ഒത്തുകൂടലിൽ വെച്ച് കാതറീൻ പെരസ് ശബ്ദം കാസിം സുലൈമാനിയെ കണ്ടു എന്നും അവർ തനിച്ചിരുന്ന് കുറച്ചു സമയം സംസാരിച്ചു എന്നും മാത്രമേ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. പക്ഷേ തൻ്റെ യാത്രകളുടെയും ഭാവി പദ്ധതികളുടെയും വിശദാംശങ്ങൾ വരെ കൈമാറാൻ തക്ക അടുപ്പം സുലൈമാനിയുമായി കാതറീൻ സ്ഥാപിച്ചു. അവർ പലപ്പോഴും പലയിടങ്ങളിലും കൂടിക്കാഴ്ച നടത്തി. അവളുടെ ടെഹ്റാനിലെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ സെന്യാബ് സുലൈമാനി എന്നൊരു പേരുകൂടിയുണ്ട്. അത് കാസിം സുലൈമാനിയുടെ മകളാണ്. അച്ഛനെയും മകളെയും ഒരേ സമയം പാട്ടിലാക്കി അവൾ നേടേണ്ടതെല്ലാം നേടി. ആ നേട്ടത്തിൻ്റെ പരകോടിയിൽ കാസിം സുലൈമാനി എന്ന ഇറാൻ്റെ ഉരുക്കു മനുഷ്യൻ ഏതാനും വർഷങ്ങൾക്കകം ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് പല കഷണങ്ങളായി പൊട്ടിത്തെറിക്കുമെന്നുള്ള ചിന്ത അവൾ മുഖത്തൊട്ടിച്ചു വെച്ച പുഞ്ചിരിക്ക് പിന്നിൽ സമർത്ഥമായി ഒളിപ്പിച്ചു. ഇറാനിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം തങ്ങളുടെ പുതിയ ലക്കങ്ങൾ കാതറീൻ പെരസ് ശബ്ദം എന്ന വിദേശി മാധ്യമ പ്രവർത്തകർ തയ്യാറാക്കിയ കവർ സ്റ്റോറിയോടെ ഇറക്കാൻ മത്സരിച്ചു. മെഹർ ന്യൂസ്, തസ്നീം എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ് സ്പോൺസേഡ് പ്രസിദ്ധീകരണങ്ങളിൽ ഭരണകൂടത്തിൻ്റെ പോളിസികളെ പ്രകീർത്തിച്ചുകൊണ്ടും അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ അനാവശ്യ ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ടും ലേഖനങ്ങൾ തുടരെ വന്നുകൊണ്ടിരുന്നു. ഇറാനിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ടെലിവിഷനായ പ്രസ് ടിവിയിൽ കമൻറ്റേറ്ററായി കാതറീൻ പെരസ് ശബ്ദം എന്ന യുവസുന്ദരി പ്രത്യക്ഷപ്പെടുക പതിവായി. ഇത് എവിടെ വരെ എത്തിയെന്നോ? ഖമൈനി.ir വരെ. അതെ, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുടെ സ്വന്തം വെബ്സൈറ്റാണത്. ആ വെബ്സൈറ്റിൽ കാതറീൻ പെരസ് ശബ്ദം എന്ന ഇസ്രയേൽ ചാരവനിത ലേഖനങ്ങൾ എഴുതി. ഇനി ഒന്നുകൂടി, അതീവ സുരക്ഷയോടെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമൈനി താമസിക്കുന്ന ആഡംബര ബംഗ്ലാവിലും അവളെത്തി. നേരിട്ട് കണ്ടു, അഭിമുഖം നടത്തി, ഒപ്പമിരുന്ന് ഫോട്ടോയും എടുത്തു. ആ അഭിമുഖത്തിൽ ഖമീനി മനസ്സ് തുറന്നു. പലസ്തീനെ മോചിപ്പിക്കുന്നതിനുള്ള വിശുദ്ധ യുദ്ധം, ഇസ്രയേലുമായി വരാനിരിക്കുന്ന മഹായുദ്ധം, അതിനെപ്പറ്റി പറഞ്ഞു. അവരുടെ സൈനിക ശക്തിയുടെ ബാഹുല്യം തങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ശത്രുരാജ്യത്തേക്ക് ഒരു ചാരവനിതയുടെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ അങ്ങേയറ്റം. ആ ഫ്രഞ്ച് വനിതയെ ഒരു പ്രോപ്പഗൻഡ അസറ്റായി ഭരണകൂടം തെറ്റിദ്ധരിച്ചു. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി രഹസ്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. അവളുമായി ഇടപെടുന്നവരുടെ ജീവിതത്തിൽ ഇനി എത്ര നാഴിക വിനാഴികകൾ ശേഷിക്കുന്നുണ്ട് എന്ന് ഇസ്രയേലിലെ മൊസാദിൻ്റെ കില്ലിംഗ് മെഷീനുകളാണ് തീരുമാനിക്കുന്നത് എന്ന രഹസ്യം മാത്രം ആരും അറിഞ്ഞില്ല. പുറമേക്കൊന്ന്, അകമേക്ക് മറ്റൊന്ന്. അതായത് ഒരു ഇരട്ട ജീവിതം. ശത്രുക്കളുടെ ഇടയിൽ പിടിക്കപ്പെട്ടാൽ അതിക്രൂരമായ മരണശിക്ഷയല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇരട്ട ജീവിതം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുക അതീവ ദുഷ്കരമാണ്. പക്ഷേ കാതറീൻ പെരസ് ശബ്ദം തൻ്റെ ടെഹ്റാനിലെ ഉദ്യമം ചെറിയൊരു പിഴവിന് പോലും ഇടകൊടുക്കാതെ, സംശയത്തിൻ്റെ നിഴൽ പോലും ഏശാതെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നു. മതം തന്നെയായിരുന്നു അവൾ സ്വയം ഒളിക്കാൻ സൃഷ്ടിച്ച പുകമറ. പുറമേക്ക് അല്ലെങ്കിൽ പരസ്യമായി അവളൊരു തികഞ്ഞ ഭക്തയായ മുസ്ലിം പത്രപ്രവർത്തകയായിരുന്നു. പാരമ്പര്യത്തിൻ്റെതായ മാമൂലുകളെല്ലാം വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ആരാധനയിലും അവൾ അനുസരിക്കുന്നതായി ഭാവിച്ചു. മതപ്രമാണങ്ങളിലുള്ള തൻ്റെ ആഴത്തിലുള്ള അറിവുകൊണ്ട് മതപണ്ഡിതരെ പോലും അമ്പരപ്പിച്ചു. ഇറാൻ്റെ നയങ്ങളെയെല്ലാം പ്രശംസിച്ചും ശത്രുക്കളെ വിമർശിച്ചും കൊണ്ട് നിരവധി ലേഖനങ്ങൾ എഴുതി. അകമേക്ക് അല്ലെങ്കിൽ രഹസ്യമായി അവൾ ഇസ്രയേലിനു വേണ്ടി, മൊസാദിനു വേണ്ടി ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം കാണുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന വാർത്തകളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിൽ, അത് സാധിക്കാത്തപ്പോൾ മനസ്സിൽ. ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷ കുപ്രസിദ്ധമാണ്. അവർ വിദേശ സന്ദർശകരെയും പത്രപ്രവർത്തകരെയും കർശനമായി നിരീക്ഷിക്കും. എന്നിട്ടും കാതറീൻ ഈ അപകടങ്ങളെല്ലാം അസാധാരണമായ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തു. സാധാരണ പുറത്തുനിന്നുള്ള ഒരാൾ ചെന്നാൽ തുറക്കാത്ത വാതിലുകളെല്ലാം അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഭരണകൂടത്തിൻ്റെ വിശ്വസ്തർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെട്ട സെമിനാറുകളിലും സാമൂഹിക ഒത്തുകൂടലുകളിലും അവൾ നിറസാന്നിധ്യമായി. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് ഓഫീസർമാരും തീവ്ര ദേശീയവാദികളും ചുറ്റും നിൽക്കുമ്പോൾ അവൾ അവരിൽ ഒരാളെപ്പോലെ കൂടെ നിന്നു. ബാക്കി സമയങ്ങളിൽ അവൾ അവരുടെയൊക്കെ ഭാര്യമാരുടെയും മക്കളുടെയും കൂട്ടായ്മകളിൽ ഒരു സാധാരണക്കാരിയായി ഇടപെട്ടു. ഗോസിപ്പുകൾ പറയുകയും കേൾക്കുകയും ചെയ്തു. വിദേശത്തുള്ള പുരുഷന്മാരുടെ കിടപ്പറ ലീലകളെപ്പറ്റി പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവർ അവളോടും കഥകൾ പറഞ്ഞു. പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഭരണത്തിലിരിക്കുന്ന നേതാക്കളുടെ, പുരോഹിതന്മാരുടെ, അങ്ങനെ രാജ്യത്തെ എലീറ്റ് ക്ലാസിൻ്റെ മൊത്തം രതി സാമ്രാജ്യത്തിൻ്റെയും ചിത്രം അവളുടെ കയ്യിലെത്തി. കൊട്ടാരത്തിലെ സ്വീകരണ മുറികളിലും സലൂണുകളിലും ഇരുന്ന് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ പരസ്പരം സംസാരിക്കുകയും ആ സംസാരത്തിനിടയ്ക്ക് അവർ പോലും അറിയാതെ രാജ്യരഹസ്യങ്ങൾ അവരുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇറാനിലെ എന്നല്ല, ഒരു രാജ്യത്തിൻ്റെയും ജനറൽമാരും രാഷ്ട്രീയക്കാരും
ഒരു വിദേശി തങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും രാജ്യരഹസ്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. പക്ഷേ അവരുടെ ഭാര്യമാരുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. കാതറീനോട് കഥകൾ പറയാൻ അവർ തമ്മിൽ മത്സരമായിരുന്നു. രാജ്യാന്തര തലത്തിൽ പ്രശസ്തയായ ഒരു ജേർണലിസ്റ്റ്. അവളുടെ രാഷ്ട്രീയ വിശകലന ലേഖനങ്ങളുടെ ശക്തി ഒരു വശത്ത്, മറുവശത്ത് അവളുടെ പ്രലോഭിപ്പിക്കാനും വശീകരിക്കാനുമുള്ള മിടുക്ക്. ലോകത്തിൽ പ്രശസ്തങ്ങളായ ചാരകഥകൾക്കില്ലാത്ത ഒരു കോമ്പിനേഷനായിരുന്നു കാതറീൻ പെരസ് സഗ്ദം എന്ന മൊസാദ് ചാരവനിതയുടെ USP. രാജ്യത്തെ പട്ടാള മേധാവികൾ എല്ലാം അവളെ തങ്ങളുടെ പ്രൈവറ്റ് യാത്രകളിൽ കൂടെ കൂട്ടാൻ മത്സരിച്ചു. രാഷ്ട്രീയക്കാരുടെ ഔദ്യോഗിക വസതികളിൽ അവളുടെ അന്തിയുറക്കങ്ങൾ പതിവായി. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച 2025 ജൂൺ 30 മുൻപേ ഇറാന്റെ തന്ത്രപ്രധാന മിലിറ്ററി ന്യൂക്ലിയർ ഫെസിലിറ്റികളിലേക്ക് ഇസ്രയേൽ ആദ്യത്തെ മിസൈൽ അയക്കുന്നതിന് ഏറെ മുൻപേ ഇറാനിൽ നടന്ന കൊലപാതക പരമ്പരകളുടെ കളമൊരുങ്ങിയത് ആ അന്തിയുറക്കങ്ങളിൽ നിന്നായിരുന്നു. അതായത് യുദ്ധത്തിന് മുന്നേ തന്നെ ഇസ്രയേൽ ശത്രുപക്ഷത്തെ നിർണായക ബുദ്ധി കേന്ദ്രങ്ങളും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളും ഇല്ലായ്മ ചെയ്തിരുന്നു. അത് ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഖാസിം സുലൈമാനി ജനുവരി 3, 2020 സിറിയയിലെ ഡമാസ്കസിൽ നിന്നും ഇറാഖിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിൽ ഇറങ്ങി ഒരു രഹസ്യ മീറ്റിങ്ങിനായി കാറിൽ പോകുമ്പോൾ ആക്രമണം. പറന്നെത്തിയ ഒരു MQ-9 അമേരിക്കൻ റീപ്പർ ഡ്രോൺ, മൾട്ടിപ്പിൾ ഹെൽഫയർ മിസൈലുകൾ ആ 62കാരൻ്റെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി. വലത് കൈവിരലിൽ കിടന്ന വെള്ളിമോതിരം മാത്രമായിരുന്നു ആളെ തിരിച്ചറിയുന്നതിനായി അവശേഷിച്ച ഏക അടയാളം. മൊഹ്സിൻ ഫാഖ്രിസാദെ നവംബർ 27, 2020 AI പവേർഡ് സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗൺ ആ ആണവശാസ്ത്രജ്ഞൻ്റെ രഹസ്യ യാത്രയിലേക്ക് 13 തവണ നിറയൊഴിച്ചു. ഒന്നുപോലും ലക്ഷ്യം തെറ്റിയില്ല. അസ്ദാർ പഷാപേർ ഫെബ്രുവരി 3, 2020 ഖാസിം സുലൈമാനിയുടെ വലം കൈ സിറിയയിൽ വെടിയേറ്റു മരിക്കുന്നു. നാദാൻസ് ന്യൂക്ലിയർ സൈറ്റിലെ ആക്രമണം 2020 ജൂലൈ മധ്യ ഇറാനിലെ ഇസ്ഹാദാർ പ്രവിശ്യയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കപ്പെടുന്നു. സിറിയയിലെയും ഇറാഖിലെയും കോൺവോയ് സ്ട്രൈക്ക് 2018, 2020 നിരവധി പട്ടാള മേധാവികളും പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. ആയുധ നീക്കം തടസ്സപ്പെടുന്നു. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാതറീൻ പെരസ് സഗ്ദവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തപ്പെട്ട സംഭവങ്ങളാണ്. ഇതുവരെയും തെളിയിക്കപ്പെടാത്ത സംഭവങ്ങൾ അനവധി വേറെയുമുണ്ട്. ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ മൊസാദിന് കൃത്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുത്ത ചാരവനിത കാതറീൻ പെരസ് സഗ്ദം ഇറാനിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഭരണകൂടത്തിലെ ഉന്നതരുടെ കിടപ്പറയിൽ, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുമായി കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്തെ ഉദ്യാനത്തിൽ. പലപ്പോഴും അപകട വാർത്തകൾ ആദ്യം അറിയുമ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിലോ അവരുടെ ഭാര്യമാർക്കൊപ്പമോ അവളും ഉണ്ടായിരുന്നു. പക്ഷേ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ ബൈലൈനിൽ അത് മാധ്യമങ്ങളിൽ വരുത്താൻ സാധാരണ ജേർണലിസ്റ്റുകളെ പോലെ അവൾ ശ്രമിച്ചില്ല. അവൾ സംയമനം പാലിച്ചു. അവൾ ഒരിക്കലും ഒരു സാധാരണ ജേർണലിസ്റ്റ് ആയിരുന്നില്ലല്ലോ. കാതറീൻ പെരസ് സഗ്ദം ഇറാനിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സ്വാധീനമുറപ്പിച്ച നാളുകളിൽ ഇസ്രയേൽ സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് ശത്രുവിൻ്റെ എല്ലാ നീക്കങ്ങളും അപ്പോൾ അറിഞ്ഞു. ആ ചെറിയൊരു കാലയളവിൽ ഇറാന്റെ നിരവധി സൈനിക ആണവ ഉദ്യോഗസ്ഥന്മാർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു. ഒരിക്കലും ഐഡന്റിറ്റി വെളിയിൽ വന്നിട്ടില്ലാത്ത സൈന്യത്തിൻ്റെ നിർണായക സ്ഥാനങ്ങളിൽ കരുത്തന്മാരായി വാണവരെ എല്ലാം തേടി ഡ്രോണുകളും മിസൈലുകളും എത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതങ്ങളിൽ അവരുടെയെല്ലാം ഒളിയിടങ്ങളുടെയും പ്രവർത്തന കേന്ദ്രങ്ങളുടെയും ഡേറ്റകൾ കുമിഞ്ഞു. ഇറാൻ സൈന്യത്തിൻ്റെ രഹസ്യ കേന്ദ്രങ്ങളുടെ കൃത്യമായ മാപ്പ് ഇസ്രയേലിൻ്റെ കയ്യിലെത്തി. അവർ ആക്രമണങ്ങളുടെ പട്ടിക തയ്യാറാക്കി. പിന്നെ ഓപ്പറേഷനുകൾ അതിവേഗമായിരുന്നു. ടെഹ്റാൻ ഞെട്ടി. ഇസ്രയേൽ ഈ ആക്രമണങ്ങളിൽ തങ്ങളുടെ പങ്കാളിത്തം സമ്മതിച്ചില്ല എങ്കിലും ഇറാന്റെ ഇൻ്റലിജൻസ് ഇതെല്ലാം സാധ്യമാക്കിയ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരിയെക്കുറിച്ച്, തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ ചാരനെക്കുറിച്ച് അന്യോന്യം അടക്കം പറഞ്ഞു. ആ സംശയത്തിൻ്റെ മുന ഒരിക്കലും കാതറീൻ പെരസ് സഗ്ദം എന്ന ചാരസുന്ദരിക്ക് നേരെ നീണ്ടുവന്നില്ല എന്നതായിരുന്നു അത്ഭുതം. 2022 ഒക്ടോബറിൽ തൻ്റെ വിപുലമായ ഔദ്യോഗിക സൗഹൃദ നെറ്റ്വർക്കുകളിലുള്ള ആരെയും അറിയിക്കാതെ കാതറീൻ പെരസ് സഗ്ദം എന്ന മാധ്യമപ്രവർത്തക ഇറാനിൽ നിന്ന് അപ്രത്യക്ഷയാവുന്നു. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അവൾ ഇല്ലേയില്ല. അന്വേഷിച്ചെന്നവർ അപ്പാർട്ട്മെൻറ്റ് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. ഒരു വിവരവുമില്ല. ഒരു മാസം കഴിഞ്ഞ് നവംബർ 1 ദി ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന ജെറുസലേമിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലിൽ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു വരുന്നു. സാധാരണ അറബ് മാധ്യമങ്ങളിൽ അഭിമുഖകാരി എന്ന നിലയിൽ പ്രശസ്തയായ കാതറീൻ പെരസ് സഗ്ദം ഇവിടെ അഭിമുഖം ചെയ്യപ്പെടുന്നു. അവളുടെ വാക്കുകൾ കേട്ട് ലോകം ഞെട്ടി.
സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും സാഹസികമായ ചാരവൃത്തിയുടെ കഥ അങ്ങനെ അവൾ പറഞ്ഞാണ് ലോകമറിഞ്ഞത്. ഞാൻ ആയത്തുള്ളയെ കണ്ടു, ഇറാനിയൻ സമൂഹവുമായി ഇടകലർന്നു, ഞാൻ ജൂതവംശജയാണ്. അതായിരുന്നു ആ അഭിമുഖ പരമ്പരയുടെ ടൈറ്റിൽ. കാതറീൻ പെരസ് ശബ്ദം എന്ന വിദേശ മാധ്യമ പ്രവർത്തകയുമായുള്ള ബന്ധം അഭിമാനമായി പ്രദർശിപ്പിച്ചിരുന്ന ഇറാനിയൻ ഭരണകൂടത്തിലെ ഉന്നതരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവളുമായി തങ്ങൾക്ക് പരിചയമേ ഇല്ലായിരുന്നുവെന്ന് പരസ്യ പ്രസ്താവനകൾ നടത്തി. സ്റ്റേറ്റ് മീഡിയ സൈബർ ഇടങ്ങളിൽ നിന്ന് അവൾ എഴുതിയ ലേഖനങ്ങളും അവൾ നടത്തിയ അഭിമുഖങ്ങളും നീക്കം ചെയ്തു. പക്ഷേ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അവൾ ജനറൽമാരുമായും രാഷ്ട്രീയക്കാരുമായും സംസാരിക്കുന്നതും ചിലരോടൊപ്പം സുഖവാസ കേന്ദ്രങ്ങളിൽ ഉല്ലസിക്കുന്നതും ഫോട്ടോകളിൽ കൂടി ലോകം കണ്ടു. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുമായി പോലും മണിക്കൂറുകൾ നേരിട്ട് സംസാരിച്ചു, ഇന്റർവ്യൂ എടുത്തു. വൈകാതെ കാതറീൻ പെരസ് ശബ്ദം യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് ലോകമറിഞ്ഞു. ഫ്രാൻസിൽ ജനിച്ച അവളുടെ മുത്തച്ഛൻ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ച ഒരു ജൂതനായിരുന്നു. അവൾ പഠിക്കാനായി ലണ്ടനിലെത്തിയപ്പോൾ ഒരു യമൻകാരൻ ഇസ്ലാം വിശ്വാസിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. പിന്നെ സുന്നി ഇസ്ലാമായി മതപരിവർത്തനം നടത്തി. അയാളുമായി വേർപിരിഞ്ഞ് ഷിയ വിശ്വാസിയായി. പിന്നെ യമനിൽ നിന്ന് മുസ്ലിം ഐഡന്റിറ്റിയിൽ ടെഹ്റാനിലേക്ക്. ഇതിനിടയിൽ എപ്പോഴോ മൊസാദ് അവളെ തങ്ങളുടെ ഏജന്റായി മാറ്റിയിരുന്നതായി ഇന്റലിജൻസ് കണ്ടെത്തി. കാരണം അവൾ മൊസാദ് നിയന്ത്രണത്തിലുള്ള രാജ്യാന്തര രാഷ്ട്രീയ ബന്ധങ്ങളെപ്പറ്റി പഠിക്കുന്ന വിക്കിസ്റ്റാർട്ട് എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിന് തെളിവുകളുമുണ്ട്. ഇറാനിൽ അങ്ങോളം ഇങ്ങോളം അവൾക്കായി തെരച്ചിൽ നടന്നു. അവളുടെ ഫോട്ടോ പതിച്ച വാണ്ടഡ് പോസ്റ്ററുകൾ തെരുവുകളിൽ നിറഞ്ഞു. 3 ഉന്നത ഉദ്യോഗസ്ഥർ, അവർ ആരെന്ന് വ്യക്തമല്ല, കാതറീനെ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചു എന്ന് സംശയിക്കപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടു. തുടർന്ന് BBC അടക്കമുള്ള നിരവധി മാധ്യമങ്ങളിൽ കാതറീന്റെ വിശദമായ അഭിമുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരിടത്തും താൻ മൊസാദിന്റെ ഏജന്റായിരുന്നുവെന്ന് അവൾ അവകാശപ്പെടുന്നില്ല. ഇറാനിൽ താൻ നടത്തിയത് അതിസാഹസികത നിറഞ്ഞ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം മാത്രമായിരുന്നുവെന്ന് പറഞ്ഞ് അവൾ എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുന്നു. മുസ്ലിം ഐഡന്റിറ്റി ഉപേക്ഷിച്ച് ജൂതമത വിശ്വാസിയായി തുടരുമെന്ന് അവൾ പരസ്യ പ്രസ്താവന നടത്തി. ചാരവൃത്തി നടത്തിയെങ്കിൽ നടത്തിയിട്ട് അതുവഴി അങ്ങ് പോയാൽ പോരായിരുന്നു. എന്തിനായിരുന്നു അവൾ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്? അതായിരുന്നു ഇറാനേറ്റ ഏറ്റവും വലിയ പ്രഹരം. മൊസാദ് അതും ഉദ്ദേശിച്ചിരുന്നു. എത്ര കെട്ടിപ്പൊതിഞ്ഞു വെച്ചാലും നിങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ഒരു ചാരൻ നിഷ്പ്രയാസം കടന്നെത്തുമെന്ന ഇസ്രയേൽ നൽകിയ സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇറാനെ നാണം കെടുത്തിയത് കുറച്ചൊന്നുമല്ല. ഇസ്രയേലോ അമേരിക്കയോ വിചാരിച്ചാൽ അങ്ങനെ എളുപ്പത്തിലൊന്നും കീഴടക്കാൻ കഴിയുന്ന രാജ്യമല്ല ഇറാൻ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മഹാസംസ്കാരത്തിനുടമയായ രാജ്യം, ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പ്രതാപി. അങ്ങനെയുള്ള ഇറാൻ ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ ചാരവൃത്തി കേസ് അത് ഇറാനിൽ ചില്ലറ കോലാഹലമൊന്നുമല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാതറീൻ പെരസ് ശബ്ദം എന്ന ജേർണലിസ്റ്റ് സുന്ദരിക്ക് ഇറാനിലെ ഉന്നത വ്യക്തിത്വങ്ങളുമായി ഏതാണ്ട് 120 പേരുമായി കിടപ്പറബന്ധമുണ്ടായിരുന്നതായി അവിടുത്തെ ഒരു മുൻ MP പരസ്യമായി ആരോപണം ഉന്നയിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ്. ടെഹ്റാന്റെ പ്രോസിക്യൂട്ടർ ആരോപണം ഉന്നയിച്ച MPക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. ഇറാനിൽ ഒന്നടങ്കം പരസ്യമായും രാജ്യാന്തര തലത്തിൽ രഹസ്യമായും ഇന്റലിജൻസ് വിഭാഗം അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. താൻ വെറുമൊരു ജേർണലിസ്റ്റ് മാത്രമായിരുന്നുവെന്നും ഈ ആരോപണങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൾ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. താൻ UK-യിൽ ജോലി ചെയ്യുകയാണെന്നാണ് അവൾ അന്ന് പറഞ്ഞത്. ഇപ്പോൾ അവളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. ചിലപ്പോഴെല്ലാം അവളുടെ X അക്കൗണ്ട് ആക്റ്റീവ് ആകും, ബ്ലോഗിൽ ചില ലേഖനങ്ങൾ വരും, അതുമാത്രമാണ് വിവരം. പക്ഷേ ഇറാനിയൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ പോകാറില്ല. അവർക്കറിയാം അതൊന്നും അവൾ ചെയ്യുന്നതായിരിക്കില്ല, മറ്റാരോ ആയിരിക്കും. അവളിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മാറ്റി വേറൊരാളായി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, ചിലപ്പോൾ നമുക്കിടയിൽ തന്നെ പുതിയൊരു പുഞ്ചിരിയുമായി നിർഭയയായി നടക്കുകയാണെന്ന് ഉറപ്പാണ്. അല്ലെങ്കിലും ചാരവൃത്തി കഥകളുടെ അവസാന സീൻ ഇങ്ങനെയൊക്കെയാണല്ലോ. താൻ ഇതൊക്കെ ആയിരുന്നുവെന്ന് ഏറ്റവും അടുത്ത ഒരാളോട് സൂചനകളിൽ സംസാരിച്ചിട്ട് അയാളത് തിരിച്ചറിയുന്ന നിമിഷം അവൾ കഥാനായിക ആൾക്കൂട്ടത്തിൽ നടന്നു മറയുന്നു. പല ദേശക്കാരായ വഴിയാത്രക്കാർ പരസ്പരം അറിയാതെ ഇടകലർന്നൊഴുകുന്ന തെരുവിൻ്റെ ദീർഘദൂര ദൃശ്യത്തിൽ ടൈറ്റിലുകൾ ഉയർന്നു മറയുന്നു. പിന്നെ സംഗീതം മാത്രം. നന്ദി.